പുള്ളി ആ തേങ്ങ ഉടയ്ക്കുന്ന പരിപാടി മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുപോലത്തെ സംഭവങ്ങൾ വരുന്നില്ല, അതാണ് പരാതി. അതിൽ തന്നെ ഉടക്കി പറഞ്ഞോളൂ. അല്ല, മാത്രമല്ല ആ തേങ്ങ കണ്ടതിന് ശേഷം പിന്നെ നാളികേരം എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ പുള്ളി. മാത്രമല്ല വണ്ണവും വേണം. അതെ അതെന്താ സാറേ, ചില ആളുകൾക്ക് നല്ലത് 100 കണ്ടാലും മനസ്സിലാവില്ല. ഒരെണ്ണം അതിൽ കൊള്ളൂല്ലെങ്കിൽ അതേ പിടിച്ചങ്ങോട്ട് തൂങ്ങും. അവരാണ് നമ്മുടെ ശാപം. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നല്ലത് കാണുന്നവനെ ചീത്ത കാണാൻ പറ്റുള്ളൂ, നല്ലത് കാണുന്നവനെ ചീത്ത അറിയാൻ പറ്റുള്ളൂ. നല്ലത് കാണാതെ ചീത്ത ഏതാന്ന് അറിയാൻ പറ്റും. എന്തോ സാറ് പറയുന്നത്? 10 കാണുമ്പോൾ ഒരെണ്ണം ചീത്തയാണെങ്കിൽ ആ ചീത്തയെ മനസ്സിലാക്കുന്നത് നല്ലത് കണ്ടുകൊണ്ടാണ്. ഈ ചീത്ത മാത്രമേ കാണുള്ളൂ. നിങ്ങളൊക്കെ നന്നാവാൻ വേണ്ടിയാ. ഞങ്ങൾ നന്നാവില്ല, അതിനു വേണ്ടിയാ. വിമർശകനെ അംഗീകരിക്കണം. ഞാൻ വിമർശിക്കുന്നത് നിങ്ങളുടെ നല്ല പണി വരുന്നു. ഇത് ഇദ്ദേഹം പറഞ്ഞ കാര്യം, ഈ ഇരിക്കുന്ന എല്ലാവരെയും നമ്മൾ തിരിച്ചറിയാനുള്ള ഒരു കാരണം ഇവരെല്ലാരും നല്ലപോലെ മിമിക്രി ചെയ്യുന്നത് കൊണ്ട് ആണ്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഇതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന എല്ലാ ദിവസവും ഈ പരിപാടികൾ പല ചാനലുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവർത്തന വിരസത, അത് ഒന്ന്. രണ്ടാമത്തെ ഘടകം, അതേ ഇഫക്റ്റോട് കൂടി സ്റ്റേജ് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ടാമത്തെ കാര്യം. ഞാനും ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് പറഞ്ഞു. ആയിരുന്നു. ഇപ്പോഴും ആർട്ടിസ്റ്റ് ആണ്. എപ്പോ വേണേലും വിളിച്ചാ പോവും. അല്ല, വിരമിച്ചില്ലല്ലോ സിനിമയിലൊക്കെ. അപ്പൊ സംഭവം എന്താ വെച്ചാല്, അങ്ങനെ പോകുമ്പോ ഇവരുടെ എന്താ ഈ ഗ്രൂമേഴ്സിന്റെ കയ്യിലാണ് ഒരു പരിധി വരെ ഇപ്പോഴത്തെ കോമഡിയുടെ ഒരു വരവ്. അതിനെ ടൂൾ ആയിട്ട് ഇവരെ ഉപയോഗിക്കുന്നു. ആ ടൂൾസിനകത്തോട് ഇവർ പുറത്തുവിടുന്നതിനകത്ത് പെർഫോമൻസ് മോശമാണെങ്കിൽ ഇവർ പെർഫോമൻസ് മോശമാണെന്ന് പറയാം. അത് മിക്കവാറും ഉണ്ടാക്കിയെടുക്കുന്ന ഈ മിമിക്രി കലാകാരന്മാരല്ല ഈ എല്ലാ കോമഡി ഉണ്ടാക്കുന്നത്, ഗ്രൂമേഴ്സും അല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും എല്ലാവരും കൂടിയാ. അതിലൊരു പെർഫോം മോശമാണെങ്കിൽ മാത്രമേ ഇവരെ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ അമ്പലപരിപാടിയിൽ നിന്നും പള്ളി പരിപാടിയിൽ നിന്നും ഈ മിമിക്രി ഒഴിവായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ ക്രിസ്പായിട്ടുള്ള യൂട്യൂബിൽ പോലും ഓരോ സെക്കൻഡിലും ഓരോ ക്ലൈമാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ട് ആൾക്കാർ അത് കാണുമ്പോൾ ഇവിടെ വന്നിട്ട് 20 മിനിറ്റ് എടുക്കണം ഒരു ക്ലൈമാക്സ് കാണാൻ വേണ്ടിട്ട്. അപ്പൊ ആ 20 മിനിറ്റ് ഇരിക്കാൻ വേണ്ടിയുള്ള താല്പര്യമില്ല. ഇത് അതിന്റെ കൂടെ ഈ കാണുന്നതിനിടയ്ക്ക് തോണ്ടുണ്ട്, ഫോണിനകത്ത് തോണ്ടിക്കൊണ്ട് കൂടെ സ്റ്റേജ് ഷോയ്ക്ക് വന്നിരിക്കുക. തലമുറയാണ്. പിന്നെ പുതിയ തലമുറയ്ക്ക് പഴയ സ്ലാപ്സ്റ്റിക് കോമഡി ഉണ്ടായിരുന്ന, അതായത് നമ്മുടെ ചാർലി ചാപ്ലിന്റെ സമയത്ത് കഴിഞ്ഞപ്പോൾ ലോറല ഹാഡി വന്നു. അങ്ങനെ വന്നിട്ട് നമ്മള് മാറി മാറി കോമഡികൾ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ കണ്ട ഇദ്ദേഹം പറഞ്ഞ ഇതൊന്നും ഒരിക്കലും ഒരു മിമിക്രിക്കാരനോട് പറയാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ മിമിക്രിയുടെ നിലവാരം ഉയർത്താൻ പറ്റുന്നത് അദ്ദേഹം പറഞ്ഞൊക്കെ ഒരു ഇങ്ങനെ അസഭ്യം എന്ന് പറഞ്ഞ സാധനം എത്രയോ സിനിമകളിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.